രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ച സാൻ ഡാമിയാനോ ക്രൂശിത രൂപം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ വിശുദ്ധ ക്ലാരയുടെ നാമത്തിലുള്ള ബസിലിക്കയിലാണ്. വിശുദ്ധ ക്ലാരയുടെ മരണശേഷം 1257 1265 ഇടയിലുമാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ 1230 വരെ സൂക്ഷിച്ചിരുന്ന സെയിന്റ് ജോർജ് ദേവാലയത്തിന് സമീപമാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 1260 നിർമ്മിക്കപ്പെട്ട ഒരു ആശ്രമത്തിലേക്ക് വിശുദ്ധ ക്ലാര സ്ഥാപിച്ച സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ വിശുദ്ധയുടെ മരണശേഷം താമസം മാറി. ആ യാത്രയിൽ വിശുദ്ധ ഫ്രാൻസിസിനോട് സംസാരിച്ച ക്രൂശിത രൂപവും അവർ എടുത്തിരുന്നു. ഇന്ന് ആ ക്രൂശിത രൂപമുള്ളത് വിശുദ്ധ ക്ലാരയുടെ നാമത്തിലുള്ള ബസിലിക്കയിലെ സെയിന്റ് ജോർജ് ചാപ്പലിലാണ്. 1206 ഇറ്റലിയിലെ അംബ്രിയൻ പ്രദേശത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന സാൻ ഡാമിയാനോ ചാപ്പലിൽ ക്രൂശിത രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്ന ഫ്രാൻസിസ് അസിസി ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു: ഫ്രാൻസിസ്, എന്റെ ദേവാലയം നീ നവീകരിക്കുക. താൻ ആയിരിക്കുന്ന സാൻ ഡാമിയാനോ ചാപ്പൽ കേടുപാട് നീക്കി നവീകരിക്കാനായിരിക്കും ദിവ്യനാഥൻ അരുൾ ചെയ്തത് എന്ന് വിചാരിച്ച ഫ്രാൻസിസ് അതിനായി ഒരുക്കങ്ങൾ തുടങ്ങിയെങ്കിലും പിന്നീടാണ് തന്റെ ആലയമാകുന്ന സഭയെ നവീകരിക്കാനാണ് യേശുക്രിസ്തു തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് യേശുവിനോട് താതാത്മ്യം പ്രാപിച്ചു ജീവിക്കുവാനും അത്തരത്തിലുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവാനും അദ്ദേഹം ആരംഭിച്ചു. ഫ്രാൻസിസ് അസീസിയോട് സംസാരിച്ച സാൻ ഡാമിയാനോ ക്രൂശിത രൂപത്തിന് കത്തോലിക്ക സഭയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ലോകം മുഴുവനുമുള്ള ഫ്രാൻസിസ്കൻ സന്യാസിമാർ യേശുക്രിസ്തുവിനോടുള്ള തങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും യേശുക്രിസ്തുവിന്റെ സഭയെ നവീകരിക്കാനുള്ള തങ്ങളുടെ ദൗത്യത്തിന്റെയും അടയാളമായി ഈ ക്രൂശിത രൂപത്തെ കാണുന്നു. 1100കളിൽ രൂപീകൃതമായി എന്ന് വിശ്വസിക്കുന്ന സാൻ ഡാമിയാനോ ക്രൂശിത രൂപം അതിൽ തന്നെ വ്യത്യസ്തവും ഒത്തിരിയേറെ സവിശേഷതകൾ നിറഞ്ഞതുമാണ്. പതിവ് ക്രൂശിത രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുറിവേറ്റതും എന്നാൽ അത്യധികം ക്ഷീണിതനുമല്ലാത്ത യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവിടുത്തെ ദൈവ സ്വഭാവവും അതോടൊപ്പം സ്നേഹമാകുന്ന അവിടുത്തെ മനുഷ്യ സ്വഭാവവും പ്രതിഫലിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന് സമീപത്തായി പരിശുദ്ധ അമ്മയെയും അപ്പസ്തോലനായ യോഹന്നാനെയും മറിയം മഗ്ദലനായെയും യാക്കോബിന്റെ അമ്മയായ മറിയത്തെയും ശതാധിപനെയും ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് താഴെയായി ഇടതുവശത്ത് യേശുവിന്റെ തിരുവിലാവ് കുത്തിത്തുറന്ന ലൊങ്കീനോസും അവിടത്തേക്ക് വിനാഗിരി നൽകിയ സ്റ്റെഫറ്റൻ എന്ന സൈനികനുമാണ്. കൈകളുടെ ഇരുവശത്തുമായി യേശുവിന്റെ പീഡാനുഭവത്തിൽ ദുഃഖാർത്തരായ മാലാഖമാരെ കാണാൻ സാധിക്കും. കുരിശിന്റെ താഴ്ഭാഗത്തായി അല്പം പഴകിയ 6 പേരുടെ ചിത്രങ്ങൾ കാണാം. സാൻ ഡാമിയാനോ ദേവാലയം ഇരിക്കുന്ന അംബ്രിയായുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റുഫീനോ, വിശുദ്ധ സ്നാപക യോഹന്നാൻ, വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ എന്നിവരാണവർ എന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട്. ക്രൂശിത രൂപത്തിന്റെ ഏറ്റവും മുകളിലായി ഒരു കരതലം നമുക്ക് കാണാൻ സാധിക്കും. തന്റെ പ്രിയപുത്രന്റെ പീഡാനുഭവത്തെ ആശീർവദിക്കുന്ന കരങ്ങളാണവ. തന്നിലേക്ക് നോക്കുന്നവരെല്ലാം ആകർഷിക്കാൻ തക്ക പ്രഭാവമുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ സാൻ ഡാമിയാനോ വിശുദ്ധ കുരിശ് ഇന്നും അനേകർക്ക് യേശു ക്രിസ്തുവിലേക്കുള്ള വഴിയും വെളിച്ചവുമായി മാറുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.